നമ്മളങ്ങനെ ലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബോട്ടിംഗ് ആണ് മെയിൻ ആയിട്ടുള്ളത്. സ്പീഡ് ബോട്ടും ഉണ്ട്, പിന്നെ നമ്മൾ പെഡൽ ബോട്ടും ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഞാൻ റേറ്റ് എത്രയാന്ന് പറയാം. ഇവിടെ നമുക്ക് അകത്ത് കയറാൻ വേണ്ടിയിട്ട് എൻട്രി പാസ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 20 രൂപ. അപ്പോൾ നമ്മൾ അങ്ങനെ എൻട്രി പാസ്സൊക്കെ എടുത്ത് അകത്ത് കയറാൻ വേണ്ടി പോവാണ്. ഇത് ജസ്റ്റ് അകത്ത് കയറാനുള്ളത് മാത്രമാണ് കേട്ടോ. അവിടെ പോയിട്ട് നമുക്കിനി ബോട്ടിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ ചാർജ് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാവരും അകത്ത് പോയി. ഇത് ഇവിടെയാണ് കേട്ടോ അകത്തുനിന്ന് വന്നിട്ട് നമുക്ക് ബോട്ടിങ്ങിനുള്ള പാസ്സൊക്കെ എടുക്കേണ്ട സ്ഥലം ഇതാണ്. ഞങ്ങളിവിടെ വന്നിട്ട് പെഡൽ ബോട്ടാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഞാനും ചക്കരയും കുഞ്ഞും റിച്ചും ഞങ്ങൾ 4 ആളും കൂടെ ഒരു പെഡൽ ബോട്ട് ചൂസ് ചെയ്തു. ടിക്കറ്റ് ഒക്കെ എടുത്തു. ടിക്കറ്റ് അഡൾട്ട്സിന് 20 രൂപയാണ്. അഡൾട്ട്സിന് മാത്രമല്ല 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 20 രൂപയാണ്. അത് എൻട്രി ഫീസ് മാത്രമാണ്. ഇവിടെ എല്ലാവരും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്, ഞങ്ങൾ ഏത് ബോട്ടിൽ പോകും, എന്ത് ചെയ്യുമെന്നൊക്കെ. ഇവിടെ ഇവർ നന്നായിട്ട് ചാർജ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഒരു പെഡൽ ബോട്ടിൽ, അതായത് ഞങ്ങൾ 4 പേര് ഇരിക്കുന്ന പെഡൽ ബോട്ടിന് 450 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. റിച്ചും കുഞ്ഞുമൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ് കേട്ടോ, ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട്. ഞങ്ങൾക്കും നല്ല എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. റിച്ചും ചക്കരയും കൊണ്ടിട്ടാണ് കേട്ടോ അവിടെ ഇത് പെഡൽ ബോട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. റിച്ചു കിടന്നൊക്കെയാണ് ചവിട്ടുന്നത്. സത്യത്തിൽ കാറ്റുള്ളത് കൊണ്ടാണ് ഈ ബോട്ട് മൂവ് ആവുന്നതെന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട് കോർപ്പറേഷൻ്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ മലിനമായിട്ട് കിടക്കുന്ന ഒരു ലേക്കാണ് കേട്ടോ ഇത്. ഒന്നും മനസ്സിലായില്ല, എല്ലാവരും അങ്ങനെ പോണത്. സത്യത്തിൽ ഈ പെഡൽ ബോട്ട് മൂവ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടുപോകും കേട്ടോ. അമ്മയും ചിറ്റമ്മയൊക്കെ കൂടെ ഒരെണ്ണത്തിലാണ് കയറിയത്. അവിടെ തന്നെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ ചക്കര ഉണ്ടായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഊട്ടിയിൽ വന്നിട്ട് ഇവിടെ നിന്ന് 2-3 ഫോട്ടോ എടുക്കാതെ പോകുന്നത് മോശമല്ലേ, അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു 2 മണിക്കൂർ ഇവിടെ ലേക്കിൽ സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ഉച്ചയായി സമയം. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. എന്നിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനില്ല, വേറെ എന്തൊരു വ്യൂ പോയിന്റ് പറയണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ നല്ല വെയിൽ. മലയാളീസിൻ്റെ ഹോട്ടലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്ക് പോയി ഫുഡ് കഴിക്കാം. സത്യം പറഞ്ഞാൽ ഈ ബിരിയാണി വായി വയ്ക്കാൻ കൊള്ളില്ലായിരുന്നു, അത്രയ്ക്ക് മോശമായിരുന്നു. ഒരുമാതിരി ബാഡ് സ്മെല്ലൊക്കെ ആയിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ കുതിര സവാരി നടത്തുന്നതൊക്കെ കണ്ടു. അപ്പോൾ റിച്ചും നമ്മുടെ ചക്കരയും കൂടെ ഒരു റൗണ്ട് പോയിട്ട് വന്നു. ഇതിനും അവർ 100 രൂപ വാങ്ങിച്ചു കേട്ടോ. ഇവിടെ എല്ലാത്തിനും പൈസയാണ്. അപ്പോൾ നമ്മൾ പ്ലാനില്ലാത്തൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ടീ ഫാക്ടറിയിൽ ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറിയും. ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോകുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ടീ ഫാക്ടറിയിൽ വന്നിരിക്കുകയാണ്. കാണാം. ഇവിടെ ഞങ്ങൾ വരണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. കാരണം 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് എത്രമാത്രം സ്ഥലത്ത് പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ലല്ലോ. അവിടെ വന്നപ്പോൾ ഇതുപോലൊരു ബാഡ്ജ് തന്നു കേട്ടോ. നമ്മൾ അതിനകത്ത് പോയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവരിതിൽ QR കോഡൊക്കെ വെച്ചിട്ടൊക്കെയാണ് ക്യാഷ് മേടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വഴി കൂടെ ഉണ്ടോ പോകുന്നത്. ഇതിന് മുകളിൽ നിന്ന് നോക്കിക്കഴിയുമ്പം ഊട്ടിയിലെ ഏകദേശം എല്ലാ സ്ഥലവും നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അതിന് മുകളിൽ കയറി നിന്നപ്പോൾ. പക്ഷേ നല്ല ഗ്രീനറി ഒന്നുമില്ല, കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ തേയിലയൊക്കെ അവർ വച്ച് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളൊരു ടീ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ലൈവായിട്ട് എങ്ങനെയാണ് ടീ ഉണ്ടാക്കുന്നില്ല, ടീൻ്റെ ലീഫ് ഇങ്ങനെ ഡ്രൈ ചെയ്തിട്ട് അതിനെ എങ്ങനെയാണ് പൊടിയാക്കുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും ലൈവായിട്ട്. പിന്നെ ഫ്രഷായിട്ട് വാങ്ങണം എന്നുള്ളവർക്ക് വാങ്ങുകയും ചെയ്യാം. നല്ല റേറ്റ് ഉണ്ടാവും, എന്നാലും ഫ്രഷ് ആയിട്ടുള്ള സാധനം വാങ്ങാം. കാണിച്ചു തരാം. അവിടെ കയറിയപ്പോൾ നല്ല ഒടുക്കത്തെ തിരക്കും ക്യൂവും എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ക്യൂ ഉണ്ട്. ഒരാൾക്ക് എൻട്രി പാസ് 20 രൂപയാണ് കേട്ടോ. ഇവിടെ എവിടെ പോയാലും പാസ് ചോദിക്കുന്നു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബഡ്ജറ്റ് കയ്യിൽ നന്നായിട്ട് വെച്ചിട്ട് തന്നെ വരണം. നല്ല സൗണ്ടാണ്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കേൾക്കാൻ പറ്റില്ല. അവിടെ മെഷീൻസിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ട്, പിന്നെ ഇവിടെ ആളുകളുടെ സൗണ്ട് ഉണ്ട്. അപ്പം നേരെ കേൾക്കാൻ പറ്റില്ല. ഞാൻ പറ്റില്ല വോയിസ് ഓവർ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ടീ ഉണ്ടാക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ഈ ടീ ഫാക്ടറിയുടെയൊക്കെ ഹിസ്റ്ററിയൊക്കെ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ടീ ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ
അങ്ങനെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കയറി കാണണം. പിന്നെ അവിടെ നിന്ന് കിട്ടിയ ടീ പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. കാരണം അതങ്ങനെ ആയിരിക്കുമല്ലോ, എന്നാലല്ലേ നമ്മൾ അവിടുന്ന് പ്രൊഡക്റ്റ് മേടിക്കുള്ളൂ. എന്തായാലും മൊത്തത്തിൽ കൊള്ളായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ എല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ഫ്ലേവറിലുള്ള ടീ ഇവിടെ കിട്ടും. പിന്നെ ഇതിവിടെ നീലഗിരി ഓയിലുകളും പെർഫ്യൂംസും അതുപോലെ തന്നെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് പോയത്. ഇവിടെ പോയപ്പം എല്ലാവർക്കും 3 ചോക്ലേറ്റ് ഇങ്ങനെ സാമ്പിൾ നോക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വേണമെന്നുള്ളവർക്ക് വാങ്ങാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ടീ ഫാക്ടറിയിൽ നിന്നൊക്കെ ഇറങ്ങി അവിടുന്ന് സാമ്പിളായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് തന്നിട്ടുണ്ടായിരുന്നു, ടീ തന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈഗിൾ ഡെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോയത്. വേറെ ആരും വന്നില്ല, ഞാനും ചക്കരയും കൂടെയാണ് പോയത്. കാരണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമല്ലോ എന്ന് വെച്ചിട്ട്. സിപ്പ് ലൈൻ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി റേറ്റൊക്കെ കേട്ടപ്പോൾ വേണ്ടാന്ന് വെച്ചു. അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പോട്ടിൽ വന്നാണ്. അവിടെ വന്നിട്ട് സിപ്പ് ലൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് റേറ്റ് ചോദിച്ചപ്പോൾ തന്നെ വേണ്ടാന്ന് വെച്ചു. ഒരാൾക്ക് 700 രൂപ. ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് 700 രൂപ. 2 ആൾ പോകണമെങ്കിൽ 1200. സോ നൈസായിട്ട് വേണ്ടാന്ന് വെച്ചു. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ സംഭവം കണ്ടോ, ഇതിലൂടെയാണ് പോണത്. കാണാനൊക്കെ അടിപൊളിയുണ്ട്, പക്ഷേ ക്യാഷ് പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ വേണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഒരാൾക്ക് 700 രൂപ കുറച്ച് കൂടുതലല്ലേ. കുറച്ച് ലോങ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് അധികം ഒരു 10 സെക്കൻഡ് കൊണ്ട് അവിടെ എത്തും. അതിന് വേണ്ടിയിട്ടാണ് 700 രൂപ. വേണ്ട, പിന്നെ എപ്പോഴേലും വന്നിട്ട് ചെയ്യാം. ചക്കരെ എരിവില്ല, എരിവില്ല, മാങ്ങയ്ക്ക് പുളിയുമില്ല, പക്ഷെ കൊള്ളാം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വേറൊരു വ്യൂ പോയിന്റിലോട്ടാണ് പോയത്. പോകുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് റിച്ച് ആണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.